കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 467 ഖണ്ഡിക. ദൈവപുത്രൻ തൻ്റെ ദൈവിക വ്യക്തിത്വത്തിലേക്ക് മനുഷ്യപ്രകൃതി സ്വീകരിച്ചതോടെ മിശിഹായുടെ മനുഷ്യപ്രകൃതി ശൂന്യമായി പോയെന്ന് ഏക സ്വഭാവവാദികൾ വാദിക്കുന്നു. ഈ പാഷണ്ഡതയെ നേരിടേണ്ടി വന്നപ്പോൾ കാൽസിഡോണിൽ ചേർന്ന 4-ാം സാർവത്രിക സൂനഹദോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: വിശുദ്ധ പിതാക്കന്മാരെ അനുകരിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ഒരേയൊരു പുത്രനെ ഏറ്റുപറയുകയും അവിടത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ദൈവത്തിൽ പൂർണ്ണനാണ്. അവിടുന്ന് മനുഷ്യത്വത്തിലും പൂർണ്ണനാണ്. ശരീരവും യുക്തിസഹമായ ആത്മാവും ഉള്ള അവിടുന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. അവിടുത്തെ ദൈവപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് പിതാവിനോട് സത്തൈക്യം ഉള്ളവനാണ്. മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് നമ്മോട് സത്തൈക്യമുള്ളവനാണ്. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമ്മെപ്പോലെയാണ്. ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുൻപ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഭൂജാതനായി. കർത്താവും ഏകജാതനുമായ ഒരേയൊരു ക്രിസ്തു അന്യോന്യ മിശ്രണമോ പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവനാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവ മനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല. മറിച്ച് ഏക വ്യക്തിയിലും ഏക ഉപസ്ഥിതിയിലും പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതതിൻ്റെതായ സവിശേഷത നിലനിർത്തുന്നു. കാൽസിഡോൺ സൂനഹദോസിനു ശേഷം ചിലർ ക്രിസ്തുവിൻ്റെ മനുഷ്യപ്രകൃതിയെ ഒരുതരം വൈയക്തിക കർത്താവായി വിഭാവനം ചെയ്യാൻ തുടങ്ങി. അവർക്കെതിരെ 553 കോൺസ്റ്റാന്റിനോപ്പിൾ സമ്മേളിച്ച 5-ാം സാർവത്രിക സൂനഹദോസ് പ്രഖ്യാപിച്ചു: ക്രിസ്തുവിൽ ഒരേയൊരു ഉപസ്ഥിതി മാത്രമേയുള്ളൂ. അത് ത്രിത്വത്തിൽ ഒരുവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനാൽ അവിടുത്തെ മനുഷ്യപ്രകൃതിയിലുള്ളതെല്ലാം അതിൻ്റെ ശരിയായ കർത്താവ് ആയ അവിടുത്തെ ദൈവിക വ്യക്തിയിലാണ് ആരോപിക്കേണ്ടത്. അവിടുത്തെ അത്ഭുതങ്ങൾ മാത്രമല്ല, അവിടുത്തെ പീഡാനുഭവവും മരണം പോലും ദൈവിക വ്യക്തിയുടെ പ്രവൃത്തികളാണ്. ശരീരത്തിൽ ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥ ദൈവവും മഹത്വത്തിൻ്റെ കർത്താവും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനുമാണ്. തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. റോമൻ ആരാധനാക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു: അവിടുന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി, അവിടുന്ന് എന്തെല്ലായിരുന്നുവോ അത് അവിടുന്ന് സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ ക്രിസ്തോമിൻ്റെ ആരാധന ക്രമം പ്രഖ്യാപിക്കുന്നതും ആലപിക്കുന്നതും ഇങ്ങനെയാണ്: ഏകജാതനും ദൈവവചനവുമായവനെ, അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവും നിത്യകന്യകയുമായ മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിക്കാൻ തിരുമനസ്സായി. ദൈവത്വത്തിന് ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവെ, അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം മഹത്വീകരിക്കപ്പെട്ടവനുമായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവപുത്രൻ എങ്ങനെ മനുഷ്യനാകുന്നു? മനുഷ്യാവതാരം എന്ന രഹസ്യാത്മക യോജിപ്പിൽ അവിടുത്തെ മനുഷ്യപ്രകൃതി വിലയിപ്പിക്കപ്പെടുകയില്ല, ആദാനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ സത്യം ഗ്രഹിച്ച സഭ നൂറ്റാണ്ടുകളിലൂടെ ക്രിസ്തുവിൻ്റെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളോട് കൂടിയ മനുഷ്യാത്മാവിൻ്റെ പൂർണ്ണ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അവിടുത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും വിശുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ പ്രേരിതയായി. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ ദൈവിക വ്യക്തി ആദാനം ചെയ്ത മനുഷ്യപ്രകൃതി ആ ദൈവിക വ്യക്തിയുടെ സ്വന്തമാണെന്ന് സഭയ്ക്ക് അനുസ്മരിപ്പിക്കേണ്ടി വന്നു. ആ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്ത് ആയിരുന്നുവോ എന്തു പ്രവർത്തിക്കുന്നുവോ അതെല്ലാം ത്രിത്വത്തിലെ ഒരുവനിൽ നിന്നുള്ളവയാണ്. തന്മൂലം ദൈവപുത്രൻ ത്രിത്വത്തിലെ തൻ്റെ അസ്തിത്വത്തിൻ്റെ വൈയക്തിക സ്വഭാവം തൻ്റെ മനുഷ്യപ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്നു. ക്രിസ്തു തൻ്റെ ശരീരത്തിലും ആത്മാവിലും ത്രിത്വത്തിൻ്റെ ദൈവിക രീതികൾ മാനുഷിക രീതിയിൽ പ്രകടമാക്കുന്നു. ദൈവപുത്രൻ മാനുഷിക കരങ്ങൾ കൊണ്ട് ജോലി ചെയ്ത് മാനുഷിക മനസ്സുപയോഗിച്ച് ചിന്തിച്ച് മാനുഷികേച്ഛയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചു. മാനുഷിക ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അവിടുന്ന് വാസ്തവത്തിൽ നമ്മിൽ ഒരാളായി തീർന്നു.
പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമ്മെ പോലെയായി. ക്രിസ്തുവിൻ്റെ ആത്മാവും മാനുഷിക അറിവും. ദൈവവചനം ക്രിസ്തുവിലെ ആത്മാവിന് അഥവാ അരൂപിക്ക് പകരമുള്ള സ്ഥാനമെടുത്തുവെന്ന് ലവോദിക്കിയയിലെ അപ്പോളിനാരിസ് വാദിച്ചു. ഈ അബദ്ധ പ്രബോധനത്തിനെതിരായി സഭ പ്രഖ്യാപിച്ചതിങ്ങനെയാണ്: നിത്യനായ പുത്രൻ യുക്തിസഹമായ ഒരു മനുഷ്യാത്മാവിനെയും ആദാനം ചെയ്തു.